ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിന്റെ ആദ്യപടി എന്ന നിലയിൽ അഖണ്ഡ ഭാരത ഭരണഘടനയുമായി ഒരു പറ്റം സന്യാസിമാർ. മഹാകുംഭമേളയോടനുബന്ധിച്ച് ബസന്ത് പഞ്ചമി ദിനമായ ഫെബ്രുവരി 2-ന് ഭരണഘടനയുടെ കരട് പുറത്തിറക്കും. ഒപ്പം കേന്ദ്ര സർക്കാരിനും ഹിന്ദു രാഷ്ട്ര ഭരണഘടന സമർപ്പിക്കും. 501 പേജുള്ള പുതിയ ഭരണഘടന 25 പേരടങ്ങുന്ന വിദഗ്ധരാണ് രൂപം കൊടുത്തത്. ഹിന്ദു രാഷ്ട്ര സംവിധാൻ നിർമ്മൽ സമിതിയിൽ സനാതൻ ധർമ്മയിലെ പണ്ഡിതർക്ക് പുറമെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, സമ്പൂർണാനന്ദ സംസ്കൃത യൂണിവേഴ്സിറ്റി, സെൻട്രൽ സംസ്കൃത യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ വിദഗ്ധരും കൂടി ഉൾപ്പെട്ടതാണ്. മനുസ്മൃതി, ചാണക്യന്റെ അർത്ഥശാസ്ത്രം, രാമായണം, ഭാഗവതം എന്നീ പുരാണ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള മൂല്യങ്ങളാണ് ഹിന്ദു രാഷ്ട്ര ഭരണഘടനയ്ക്ക് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. 2035 ആകുമ്പോഴേക്കും ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സ്വാമി ആനന്ദ് സ്വരൂപ് മഹാരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. മാനുഷിക മൂല്യങ്ങളാണ് ഈ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണം. വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള 14 പേരും തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള 11 പേരും ചേർന്നുള്ള കമ്മിറ്റിയാണ് ഭരണഘടനാ കരടിന് രൂപം കൊടുത്തത്. കഴിഞ്ഞ 7 പതിറ്റാണ്ടിനിടയിൽ രാജ്യത്തെ ഭരണഘടനയ്ക്ക് 300-ലധികം ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും സ്വാമി ആനന്ദ് സ്വരൂപ് മഹാരാജ് പറഞ്ഞു. എല്ലാ പൗരന്മാർക്കും സൈനിക സേവനം, വിദ്യാഭ്യാസം എന്നിവ നിർബന്ധമാക്കുമെന്ന് സംവിധാൻ നിർമ്മൽ സമിതി പ്രസിഡന്റ് കാമേശ്വർ ഉപാധ്യായ പറഞ്ഞു. നികുതി ഘടന പരിഷ്കരിക്കും. ഒപ്പം കൃഷിക്ക് നിലവിലുള്ള നികുതി ഒഴിവാക്കും. രാജ്യത്തിന്റെ തലവൻ രാഷ്ട്രാധ്യക്ഷ് എന്ന പേരിൽ അറിയപ്പെടുമെന്നും സ്വാമി സ്വരൂപ് പറഞ്ഞു. രാജ്യതലസ്ഥാനമായി വാരണാസിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കാശിയിൽ ഹിന്ദുമത പാർലമെന്റ് നിർമ്മിക്കണമെന്നും ആവശ്യമുണ്ട്. ഹിന്ദു രാഷ്ട്രത്തിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വോട്ടൊഴികെ സാധാരണ പൗരന്മാർക്കുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടാകും. അവർക്ക് വ്യാപാരം ചെയ്യാനും പഠിക്കാനും ജോലി ചെയ്യാനും സാധിക്കും. ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ജൈനർക്കും വോട്ടവകാശം ഉണ്ടായിരിക്കും. 16 വയസ്സ് കഴിഞ്ഞാൽ വോട്ടവകാശം ലഭിക്കും. 25 കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. ബ്രിട്ടീഷ് കാലത്ത് കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും മാറ്റി വർണ്ണവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാകും കാര്യങ്ങൾ നടപ്പാക്കുക. ഗുരുകുല വിദ്യാഭ്യാസ രീതിയായിരിക്കും നടപ്പാക്കുക.